വെൽക്കം ബാക്ക് ടു നിയാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റു, രാവിലെ നമ്മൾ ചായ ഇട്ടേക്കുവാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത് ചായയും അപ്പമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. നമ്മളിത് ചുടുന്നത് ഇങ്ങനെ നമ്മൾ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. കറി ഒന്നും വേണ്ട കേട്ടോ. കറി ഇല്ലാതെ ആണെങ്കിൽ കറി ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ കറി ഒഴിച്ചിട്ടാണെങ്കിൽ കറി കൂട്ടിയാണെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം നമുക്കിന്ന് കറിക്ക് വേണ്ടി നമ്മൾ മീൻ വാങ്ങിയേക്കുവാണ് കേട്ടോ. മീൻ ഇതിലെ നമ്മുടെ റോഡിൻ്റെ താഴെ കൂടെ വരും. അപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങിച്ചു. ഇതൊന്ന് അയലയും വാങ്ങിച്ചു, പിന്നെ ചെറിയ മീൻ വാങ്ങിച്ചേക്കുന്നത്, അത് നമുക്ക് വറക്കാനായിട്ട് നല്ല ടേസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ കറി വെക്കാമെന്ന് കരുതിയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം മീനെല്ലാം നമ്മൾ ആദ്യമേ വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ആദ്യമേ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മീൻ വറുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ചെറിയ മീനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുകയാണ് കേട്ടോ. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടിയാണ് അത് ചേർക്കുന്നു. അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ മുളക് പൊടി നമ്മൾ കൂടുതൽ എരിവാകാതിരിക്കാൻ വേണ്ടി അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ഏറ്റവും നല്ലത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നേക്കാളും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കുന്നത് ഉപ്പുനീരാണ് കേട്ടോ. ഉപ്പുനീരും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഉപ്പുനീര് നമ്മൾ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് നമ്മൾ ഉപ്പ് പൊടിയേക്കാളും നല്ലത് ഉപ്പ് നീര് ഒഴിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ നീര് വെച്ച് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മീൻ ഇങ്ങനെ പുരട്ടി വെക്കുമ്പോഴത്തേക്കും വെള്ളം ചേർക്കത്തില്ല. ആ അരപ്പ് അതിലേക്ക് നന്നായിട്ട് പറ്റിയിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളിത് വറുക്കാൻ വേണ്ടി ഇടുകയാണ്. നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ട് വറുക്കുവാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പം നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഇത് നമ്മൾ ഇന്ന് അരി ഇട്ടാണ് വറുത്തേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ കറിവേപ്പില ഇട്ടിട്ടാണ് നമ്മളത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മീൻ ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പം മീനൊക്കെ വറുത്ത് നമ്മൾ ചോറൊക്കെ ഉണ്ട്, ചോറുണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നതൊന്ന് പുറത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കവറൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ ജസ്റ്റ് ഗ്ലാസ് ഒട്ടിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാച്ചിൻ്റെയും കവറൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അപ്പം നമ്മൾ നേരെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഇനി പോകുന്നത് ഫോൺ വേർഡിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഫോണിന് കവറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഗ്ലാസ്സൊക്കെ മാറി. അപ്പം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് താമസം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മാളൂനും ഫോണിന് ഇതുപോലെ കവർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളും ഇങ്ങനെ കവറൊക്കെ എടുപ്പിച്ചു. എന്നിട്ട് ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ വാച്ചിന് കവർ വാങ്ങിക്കാനോ അതുപോലെ ഫോണിന് കവർ വാങ്ങിക്കാനോ ഒക്കെ നമ്മൾ സാധാരണ ഫോൺ വേർഡിലാണ് കയറുന്നത് കേട്ടോ. ഇവിടെ സാധാരണ എല്ലാ ഐറ്റംസും കിട്ടാറുണ്ട് പതിവായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ നോക്കത്തുള്ളൂ കേട്ടോ. അപ്പം അവളെല്ലാം ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം അവൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ എടുത്തേക്കുന്നത് മൈദയാണ് കേട്ടോ. മൈദയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഇത് ലൂസാകാനോ അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആകാനോ പാടില്ല. അതിൻ്റെ നല്ലൊരു പാകത്തിനിരിക്കണം കേട്ടോ. നമ്മൾ മൈദയിലേക്ക് നമ്മൾ ഈ പഴം മുക്കി പൊരിക്കുന്ന ഒരു രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലിരിക്കണം. ഇതിപ്പം അത്യാവശ്യം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ പഴത്തേലേക്ക് ഈ മാവ് പിടിക്കണം, അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് അത്യാവശ്യം പഴുത്ത പഴമാണ് കേട്ടോ. ഇത് ഒത്തിരി പഴുത്ത പഴമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഒരു മീഡിയം ടൈപ്പ് ഉള്ള പഴമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ആ പഴം നമ്മൾ നന്നായിട്ട് കീറി ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ വലുതായിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ കുഞ്ഞായിട്ടാണ് കീറി ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ പഴം ഇതുപോലെ മാവിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാവിലേക്ക് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ടെസ്റ്റിന് വേണ്ടി ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബാക്കി ഓരോ പഴങ്ങളും കൂടെ ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത ശേഷം മാത്രം നമ്മൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. തീയെ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റൊക്കെ വേണമെങ്കിൽ നമ്മൾ ഈ മാവ് പൊടിക്കകത്തോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് എണ്ണയിൽ നിന്ന്
നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ഇരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നാണ് നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ കേട്ടോ. അപ്പം കുഞ്ഞാവ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ പ്രദക്ഷിണം കാണാൻ വേണ്ടി ഞങ്ങൾ വഴിയിലിറങ്ങി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങൾ വഴിയിലിറങ്ങി പ്രദക്ഷിണം കാണാൻ വേണ്ടി നിന്നു. ദർശനമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഗാസ് വേൾഡ്.